ഈ ചിത്രത്തിൽ കാണുന്ന 3 വ്യക്തികൾ എന്റെയോ നിങ്ങളുടെയോ ആരും ആയിക്കൂടണമെന്നില്ല. ഇത് നമ്മുടെ നാട്ടിൽ ആദ്യമായി സംഭവിക്കുന്ന ഒരു കാര്യവുമല്ല. ഇത് വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമേ അല്ല. ഓരോ ചുമരുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ടെന്ന് പറയുന്നത് പോലെ ഇത് നമുക്ക് ഓരോരുത്തർക്കും വെറും ഒരു കഥകൾ തന്നെ ആയിരിക്കാം. കാരണം നഷ്ടപ്പെട്ടത് നിങ്ങൾക്കോ എനിക്കോ അല്ല, ആ ഒരു കുടുംബത്തിനാണ്. ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള, ദൂരേക്ക് പോകണ്ട, നമ്മുടെ അയൽപക്കത്തുള്ള വീടുകളിൽ തന്നെ ഒന്ന് കണ്ണോർത്താൽ, ഒന്ന് ചെവിയോർത്താൽ, ഒന്ന് കണ്ണു പായിച്ചാൽ നമ്മൾക്ക് കേൾക്കാം, വരൂ എന്നെ ഒന്ന് സഹായിക്കൂ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കൂ, എന്നെ ഒന്ന് ചേർത്ത് നിർത്തൂ എന്ന് പറയുന്ന 1000 ആൾക്കാരെ, 1000 ഹൃദയങ്ങളെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അവർ ആരും കാണാതെ തങ്ങൾക്ക് പറ്റിപ്പോയ ചതികളിലൂടെയോ സാമ്പത്തികപരമായോ ആരോഗ്യപരമായോ സാമൂഹ്യപരമായോ സംഭവിച്ച ആ ഇരുളടഞ്ഞ ജീവിതത്തിൽ ഹൃദയമുരുകി കരയുന്നവരായിരിക്കും. അവരെ കാണണമെങ്കിൽ കണ്ണുകൾ മാത്രം തുറന്നാൽ പോരാ, ഹൃദയം കൂടി തുറക്കേണ്ടി വരും. അത് തുറക്കുക തന്നെ വേണം. നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ കുറ്റപ്പെടുത്തലുകളും വിധി കൽപ്പിക്കലുകളും വളരെ വേഗത്തിൽ നടന്നു പോകുന്ന ഒരു സംഭവമാണ്. വ്യക്തികൾക്ക് നേരെയോ ഏതെങ്കിലും ഒരു വിഷയത്തിനു നേരെയോ വിരൽ ചൂണ്ടുന്നതല്ലാതെ ഒരാളിന് നേരെ പോലും, ഒരു വ്യക്തികൾക്ക് പോലും നമ്മൾ ഒരു സഹായഹസ്തം നീട്ടുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരാഴുക. ആ പോരാഴുകയാണ് നമ്മുടെ ഓരോ കുടുംബത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നതും. ഇതിനൊക്കെ കാരണം നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ 3 വ്യക്തികൾ കോട്ടയം ജില്ലയിലെ കൂരോപ്പടിയിലുള്ള ജോബി, വൈഫ് ജോത്സ്ന, മകൾ മരിയ തോമസ് എന്നിവരുടേതാണ്. ഇവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിഞ്ഞ തിങ്കളാഴ്ച ആത്മഹത്യ ചെയ്ത 3 വ്യക്തികളാണ്. ഇവരോടൊപ്പം വിഷം കഴിച്ച് മരിക്കാൻ ശ്രമിച്ച ഇവരുടെ മകൻ ഇപ്പോഴും ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ MD കൂടിയായ റോയ് ആത്മഹത്യ ചെയ്തത്. കയ്യിൽ കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും ആത്മഹത്യ ചെയ്ത ആ വ്യക്തി നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു കാര്യമാണ്. കയ്യിൽ കോടികൾ ഉണ്ടെങ്കിലും മനസ്സിൽ ഇരുട്ട് പടരാം. ദാരിദ്ര്യം തളർത്തുന്നത് പോലെ ഭയാനകമാണ് ഒറ്റപ്പെടുത്തലും മാനസികമായിട്ടുള്ള സമ്മർദ്ദവും. പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ലോകം തന്നെ കീഴടക്കിയവർക്ക് പോലും സ്വന്തം മനസ്സിനെ കീഴടക്കാൻ പറ്റാതെ പോയതിന്റെ കാരണം. പണം കൊണ്ടും പദവി കൊണ്ടും ആർഭാടം കൊണ്ടും സുഖിച്ച് മതോന്മത്തരായി ജീവിക്കുമ്പോഴും സ്വന്തം മനസ്സിന്റെ മുന്നിൽ അടിയറവ് വെച്ച് ആത്മഹത്യ ചെയ്ത് ഈ ലോകത്ത് നിന്നും മടങ്ങിപ്പോകുന്ന അനേകം ആൾക്കാരെ നമ്മൾ ഈ നിമിഷത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പുറം ലോകത്തെ വെല്ലുവിളികളെ നേരിടാൻ പഠിച്ച ഇവർ പലപ്പോഴും സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ആ കഴിവ് നേടിയിട്ടുണ്ടാകില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. ബിസിനസ്സിലോ കരിയറിലോ വിജയിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല സ്വന്തം മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളത്. ഞങ്ങൾ സന്തുഷ്ടരാണ്, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് സമ്പത്തുണ്ട്, സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ട്, ഞങ്ങൾ ഹാപ്പിയാണെന്ന് അവർ ഒരു മുഖംമൂടി എടുത്തണിഞ്ഞ് ഈ സമൂഹത്തിനെ കാണിക്കും. ഇത് അവർക്ക് വലിയ തോതിലുള്ള മാനസികാഘാതമാണ്, മാനസിക പ്രതിസന്ധിയാണ് പിന്നീട് ഉണ്ടാക്കുന്നതെന്ന് അവർ പോലും അറിയുന്നില്ല. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരോടെല്ലാം എനിക്ക് പറയാനുള്ള ഒരേ കാരണം, ഇരുട്ടുള്ളിടത്തെല്ലാം വെളിച്ചത്തിനും സ്ഥാനമുണ്ട്. അവിടെ വെളിച്ചം വീശുക തന്നെ ചെയ്യും. നിങ്ങൾ ഇരുട്ടത്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും, നാളെ ഒരു പുലരി നിങ്ങൾക്ക് വേണ്ടി ഉദിച്ചു വരും. ഇന്ന് നമുക്ക് ചുറ്റും ഇരുട്ട് കൂടുതലായിരിക്കാം, പക്ഷേ നാളെ ആ ഇരുട്ട് നീങ്ങുന്നത് നിങ്ങൾ തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ നിങ്ങൾ ഈ ലോകത്ത് വേണ്ടേ? നിങ്ങൾ ബാക്കിയുള്ളവരുടെ പുഞ്ചിരി കാണാൻ, നിങ്ങളുടെ പുഞ്ചിരി അവർക്ക് കാട്ടിക്കൊടുക്കാൻ നിങ്ങൾ ഇവിടെ വേണ്ടേ? നിങ്ങൾ എങ്ങോട്ടും പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ. സാമ്പത്തിക പ്രതിസന്ധിയും ഏത് രോഗാവസ്ഥയും ഏത് സാമൂഹിക ചൂഷണങ്ങളും നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം നിങ്ങളും മനുഷ്യരാണ്. ഇവിടെ വിജയിച്ചിട്ടുള്ളതും മനുഷ്യർ തന്നെയാണ്. നമ്മുടെ മനസ്സ് ഒരു വെള്ള കടലാസാക്കുക. ആ കടലാസിൽ എഴുതേണ്ടത് നമ്മൾ തന്നെ തീരുമാനിക്കുക. അവിടെ വേറൊരാൾക്ക് എഴുതാൻ അവസരം കൊടുക്കാതിരിക്കുക. നമ്മൾ തന്നെ എഴുതുക, നമ്മൾ തന്നെ സൈൻ ചെയ്യുക. ഈ കാറ്റും കോളും സുനാമിയും നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ സുഖമായി സഞ്ചരിക്കാൻ എല്ലാവർക്കും ഒരു നല്ല തോണി കിട്ടണമെന്നില്ല. ചിലവർക്ക് ബോട്ടുകൾ കിട്ടും, ചിലവർക്ക് വള്ളങ്ങൾ കിട്ടും, ചിലർക്ക് മരത്തടികൾ കിട്ടും, മറ്റു ചിലർക്ക് മരക്കമ്പുകൾ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ ചിലവർ മുങ്ങി താണുപോയേക്കാം, ചിലർ നീന്തലറിയാതെ കൈകാലിട്ടടിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ രക്ഷിക്കേണ്ടത് അവരെയാണ്. ആ മുങ്ങിത്താഴുന്ന മനുഷ്യർക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു കൈത്താങ്ങാകുക. അവർക്ക് നേരെ നിങ്ങളുടെ ആ കൈ, ആ ദൈവത്തിന്റെ കൈ നീട്ടുക. അവരും ജീവിക്കട്ടെ. താങ്ക് യു.